സിറാക്കസ് തനിക്ക് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് വളരെയധികം വിഷമത്തിലാണ്. അപ്പോഴാണ് അയാൾ നെറ്റ് ഉയർത്തിയപ്പോൾ ഷോക്കിംഗ് ആയ ഒരു കാര്യം കാണുന്നത്. അതിനകത്തൊരു പെൺകുട്ടി കുരുങ്ങിക്കിടക്കുന്നു. അയാൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം അത് ഉൾക്കടലാണ്. അവിടെ എങ്ങനെയാണ് അവൾ എത്തിയതെന്നോർത്ത് അയാൾ അതിശയിക്കുന്നു. അയാൾ അവളെ നെറ്റിൽ നിന്ന് പുറത്തെടുത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. ബോധം തെളിഞ്ഞവൾക്ക് അവളെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല. സിറാക്കസ് അവളോട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നു. പക്ഷെ അവൾ തനിക്ക് ഒരിടത്തും പോകണ്ടെന്ന് പറഞ്ഞ് പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അവളെ തന്റെ അമ്മ താമസിച്ചിരുന്ന കാരവനിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവൾക്ക് ബ്ലാങ്കറ്റ് പുതച്ചു കൊടുത്ത് താൻ കഴിക്കാൻ വെച്ചിരുന്ന സാൻഡ്വിച്ചും കൊടുക്കുന്നു. പക്ഷെ സിറാക്കസിന് തന്റെ ജീവിതം തന്നെ മാറിമറിയാൻ പോവുകയാണെന്ന് അപ്പോൾ അറിയില്ല. പിറ്റേ ദിവസം സിറാക്കസ് മീൻ പിടിക്കാനായി പുറപ്പെടുമ്പോൾ ഇവളും അയാൾക്കൊപ്പം വരുന്നെന്ന് പറയുന്നു. പക്ഷെ ആ ടൗണിലെ ആളുകൾ പെണ്ണുങ്ങൾ ബോട്ടിലുണ്ടെങ്കിൽ മീൻ കിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ സിറാക്കസ് അവളെയും തന്റെ ഒപ്പം കൂട്ടുന്നു. ഒത്തിരി സമയമായിട്ടും അവർക്ക് മീനൊന്നും കിട്ടുന്നില്ല. സിറാക്കസ് അപ്സെറ്റ് ആവുന്നു, കാരണം അയാളുടെ വരുമാന മാർഗം ഫിഷിംഗ് ആണ്. ഇത് കണ്ടവൾ ബോട്ടിൽ നിന്ന് മനോഹരമായി പാടാൻ തുടങ്ങുന്നു. അവളുടെ ശബ്ദം വളരെയധികം സ്വീറ്റ് ആണ്. അടുത്ത നിമിഷം തന്നെ അയാൾ ഒരു നെറ്റ് ഉയർത്തിയതും അതിനകത്ത് നിന്ന് ഒത്തിരി ലോബ്സ്റ്ററിനെ കിട്ടുന്നു. അയാൾ അത് വിൽക്കാനായി കൊണ്ടുപോകുന്നു. അവളെ കൂടെ പോകാൻ വിളിക്കുമ്പോൾ അവൾ വരുന്നില്ലെന്ന് പറയുന്നു. അയാൾ അത് വിറ്റ് കിട്ടിയ കാശിന് അവൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി നൽകുന്നു. സിറാക്കസ് ഇക്കാര്യമെല്ലാം ഒരു കഥ പോലെ തന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവൾ അതൊരു മെർമെയ്ഡാണെന്നും മെർമെയ്ഡിന് കടലിനോട് സംസാരിക്കാൻ കഴിയുമെന്നും അവൾ ആർക്കെങ്കിലും വേണ്ടി കണ്ണീരൊഴിക്കാൽ അവൾക്ക് മനുഷ്യനായി കരയിൽ ജീവിക്കാൻ കഴിയുമെന്നും പറയുന്നു. പക്ഷെ സിറാക്കസ് ഇതെല്ലാം ഒരു കഥയായി മാത്രം കാണുന്നു. അവൾക്ക് ഇവരോടൊപ്പം ജീവിക്കുന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ആക്ച്വലി അവൾ ഒരു മെർമെയ്ഡ് അല്ല. അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് വെച്ചാൽ അവൾ ഒരു ഡ്രഗ് മാഫിയയിലെ അംഗമാണ്. കടലിൽ വെച്ച് കോസ്റ്റ് ഗാർഡ് പിടിക്കുമെന്നൊരു സിറ്റുവേഷനിൽ അവൾ കടലിൽ ചാടിയപ്പോഴാണ് സിറാക്കസിന്റെ വലയിൽ കുരുങ്ങിയത്. അവസാനം ഈ കഥയെല്ലാം അറിഞ്ഞ സിറാക്കസ് അവളെ വിവാഹം കഴിച്ച് അവരുടെ ഒപ്പം കൂട്ടുന്നു.